ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ട്രഡീഷണൽ ലഡുവിൻ്റേതാണ്. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലേ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോസ് എത്തത്തുള്ളൂ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലഡു ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടലമാവ് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് മൂത്ത് വരണം, ഇല്ലെങ്കിൽ ലഡു കഴിക്കുമ്പോഴത്തേക്കും ആ കടലമാവിൻ്റെ ഒരു പച്ച ചുവ എടുത്തു വരും. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് കടലമാവ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, ഞങ്ങളുടെ ശർക്കരയാണ് ചേർക്കുന്നത്. ഇനി ശർക്കരയും കടലമാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും വേറെ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് മിക്സായി വരണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമായിരിക്കും കേട്ടോ ഈ ഒരു ലഡുവിന്. ഇനി ഇതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ലഡു കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും. അണ്ടിപ്പരിപ്പ് വേണമെന്ന് തന്നെ ഇല്ല, ബദാമോ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത കേട്ടോ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ തേങ്ങയുടെയൊക്കെ സ്വാദ് നന്നായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ എല്ലാം വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചൂടാറിയപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. ഇതിപ്പോൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ രുചിയൂറും ലഡു റെഡി ആയിട്ടുണ്ട്. കുറച്ച് അലങ്കാരപ്പണിക്കാട്ടോ കാഷ്യൂസ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ഇതിനകത്ത് എന്തായാലും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂസ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഒരു ലഡു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ഒക്കെ വേണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.